ആദിൽ സയാൻ. ജെഇ അഡ്വാൻസ്ഡിൽ കേരളത്തിൽ 3ാം സ്ഥാനവും ഓൾ ഇന്ത്യ റാങ്ക് 426 സ്ഥാനവും നേടിയ ആദിൽ സയാൻ കോഴിക്കോട് ചുള്ളിപ്പറമ്പ് സെബാ വീട്ടിൽ ഡോക്ടർ ദമ്പതികളായ മുഹമ്മദ് ഉസ്മാന്റെയും സീനയുടെയും മകനാണ്. ആദിൽ സയാനെ അഭിനന്ദിക്കാൻ ബ്രില്യന്റ് ഡയറക്ടർ ജോർജ് തോമസ് സാറും മറ്റ് ബ്രില്യന്റ് ടീം അംഗങ്ങളും ആദിലിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നല്ല മിടുക്കനായിട്ട് നന്നായി വരണം കേട്ടോ. IIT ബോംബെ കേട്ടോ. ഈ വർഷം നടന്ന ജെഇ മെയിൻസിൽ ആദിൽ കരസ്ഥമാക്കിയ സ്കോർ 99.9569690 ആണ്. അഖിലേന്ത്യാ തലത്തിൽ 736 റാങ്ക് ആദിൽ കരസ്ഥമാക്കിയിരുന്നു. ചാവറ പബ്ലിക് സ്കൂളിൽ +2 പഠനത്തിനോടൊപ്പം ബ്രില്യന്റ് എൻട്രൻസ് പരിശീലനത്തിലൂടെയാണ് ഈ വലിയ നേട്ടം ആദിൽ കൈവരിച്ചത്. ആദിലിന്റെ അഭിമുഖത്തിലേക്ക്. ഹായ് ഹലോ. IIT JEE അഡ്വാൻസ്ഡ് എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഓൾ കേരള 3rd റാങ്കാരനാണ് എൻ്റെ കൂടെ ഉള്ളത്. ഓൾ ഇന്ത്യ റാങ്ക് 426 ആണ്. ആദിൽ സയാൻ എന്നാണ് പേര്. അപ്പൊ നമുക്ക് ആദിലിനെ പരിചയപ്പെടാം. കൂടാതെ ആദിലിന് പറയാനുള്ള കാര്യങ്ങൾ, നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ ബ്രില്യന്റിന്റെ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നും ഒക്കെ പറയാനുണ്ട്. ആദിലിന്റെ സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ പറയാനുണ്ട്. അപ്പൊ നമുക്ക് ആദിലിനെ ആദ്യം പരിചയപ്പെടാം. ഹായ് ആദിൽ, കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ അതിലെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ, അതിന്റെ പേര്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഞാൻ ആദിൽ സയാൻ, ബ്രില്യന്റിലെ +1 +2 2 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ IIT ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. പാല ചാവറ സെന്ററിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ പാരൻസ് ഫാദർ ഡോക്ടർ മുഹമ്മദ് ഉസ്മാൻ, മദർ സീന, പിന്നെ 2 സിസ്റ്റർമാരുണ്ട്. താത്തൻ്റെ പേര് ഫാത്തിമ ലന, അനിയത്തിന്റെ പേര് ഈസ ജബ. ഇപ്പം നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലെ. 2 വർഷം നമ്മുടെ ബ്രില്യന്റുമായിട്ട് തന്നെ പോവുമായിരുന്നു അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ഈ റിസൾട്ടിൽ എത്താൻ? ഈ റിസൾട്ടിൽ എത്താന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഈ റിസൾട്ടിൽ എത്താൻ വേണ്ടി അതെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ബ്രില്യന്റ് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? ഞാൻ ഇതില് ചേർന്ന സമയം ഞാൻ പാല സെന്റർ ചൂസ് ചെയ്യാൻ കാരണം CBSE ആയതുകൊണ്ടാണ്. അങ്ങനെ ചൂസ് ചെയ്ത് പിന്നെ ഒരു 10th ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഈ ബയോളജി സബ്ജക്റ്റിനോട് കുറച്ച് താല്പര്യക്കുറവാണ്. അതുകൊണ്ടാണ് പിന്നെ IIT ഫീൽഡ് ചൂസ് ചെയ്യാൻ ഓപ്റ്റ് ചെയ്തത്. എഞ്ചിനീയറിംഗിൽ കുറച്ചും കൂടി ഇപ്പം താല്പര്യം കൂടുതൽ ഫിസിക്സിലേക്കാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് പോലത്തെ ബ്രാഞ്ചുകൾ ചൂസ് ചെയ്യാൻ ആദ്യം ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ 10th ഫൗണ്ടേഷനിൽ ബ്രില്യൻ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് സെൻറ്ററിൽ. അപ്പം അതുകൊണ്ട് തന്നെ +1 +2 ബ്രില്യൻ്റ് തന്നെ പഠിക്കുമെന്ന് ആദ്യം ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടായിരുന്നു ചേർന്നത്. അങ്ങനെ ചേർന്നു. എൻ്റെ കോർഡിനേറ്റർ രാജേഷ് സാറായിരുന്നു പാല സെൻറ്ററിൽ. ക്ലാസ് ടീച്ചർ രാജേഷ് സാറും കോർഡിനേറ്റർ ശ്രീനാഥ് സാറും ആയിരുന്നു. അപ്പം അവർ നല്ല സപ്പോർട്ട് ചെയ്തു. ഇപ്പം രാജേഷ് സാറാണ് ഡെയിലി നമുക്ക് മോട്ടിവേഷൻ തരും. അപ്പം അങ്ങനെ
നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മളെ സഹായിച്ചത്. അപ്പം ഓരോ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ നമ്മള് ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവില്ല, 2 വർഷം കൊണ്ട് ഒരുപാട് മോഡൽ എക്സാംസും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ അവസാനമൊക്കെയുള്ള നമ്മള് മോഡൽ എക്സാം ശരിക്കും JEE അഡ്വാൻസിന്റെ ആംബിയൻസിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് ഈ എക്സാമിന്റെ ടെൻഷനെയും സ്ട്രെസ്സിനെയും ഒക്കെ എത്രത്തോളം മാറ്റി നിർത്താൻ പറ്റിയിട്ടുണ്ട് ആ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൽ? മോഡൽ എക്സാംസ് ബ്രില്യൻറ്റ് മോഡൽ എക്സാം ഓൾമോസ്റ്റ് JEE അഡ്വാൻസ്ഡിന്റെ ആ ലെവലും അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ ടഫ് തന്നെയായിരുന്നു. അപ്പം എനിക്ക് ഫൈനൽ JEE അഡ്വാൻസ്ഡ് ശരിക്കുള്ള എക്സാം വന്നപ്പോൾ ശരിക്കുള്ള JEE മോഡൽ എക്സാമിൻ്റെയും കാട്ടി കൂടുതൽ മാർക്കുകൾ തന്നെ വന്നു. അപ്പം അതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം തെറ്റുമ്പോൾ ഓരോരോ എക്സാം എഴുതി അതിൽ തന്നെ നമ്മൾ അനലൈസ് ചെയ്യും. അപ്പം മാർക്ക് കുറവാണെങ്കിലും റാങ്ക് കുറവാണെങ്കിലും അത് നോക്കാതെ കൂടുതൽ എവിടെയാണ് തെറ്റിയത്, എങ്ങനെയാണ് തെറ്റിയത് എന്നുള്ള ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് അങ്ങനെ ഒരു മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഫോളോ ചെയ്ത്, അതൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി മെറ്റീരിയൽസ്? അത് ഞാൻ റെഗുലർ പാറ്റേൺ വെക്കുമായിരുന്നു. ഇപ്പം ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യും. പിന്നെ ഹോസ്റ്റലിൽ വന്നാൽ തിരിച്ച് വർക്ക് ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ റെസണൻസ് പോലത്തെ മെറ്റീരിയൽസും പിന്നെ ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്ത ബാക്കി എല്ലാ മെറ്റീരിയലും ഒരുപോലെ ചെയ്തിട്ട് അങ്ങനെ എല്ലാ ചാപ്റ്ററിനും ഒരേ സ്ട്രാറ്റജി ഫോളോ ചെയ്യും. പിന്നെ ബാക്കി ഇപ്പം പോർഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 3-4 മന്ത്സ് JEE മെയിൻസിൻ്റെ മുമ്പും പിന്നെ ഒരു അബൌട്ട് 8 മന്ത്സ് JEE അഡ്വാൻസിൻ്റെ മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം ബാക്കി പെൻഡിങ് വന്നെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഒരു ഡ്രീം കോളേജ് അല്ലെങ്കിൽ ഡ്രീം സ്ട്രീം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് കുറച്ച് കാലമായിട്ടാണ് ഇപ്പം ഫിസിക്സിനോട് കുറച്ച് താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ IIT ബോംബെയിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുക്കാൻ തന്നെയാണ് എൻ്റെ താല്പര്യം. അപ്പം റാങ്ക് വെച്ചിട്ട് കിട്ടുമെന്ന് വിശ്വസിക്കും. അപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നമുക്ക് 3 സബ്ജക്റ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഏതായിരുന്നു ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ടഫായിട്ട് മാത്സും ഫിസിക്സും ഓൾമോസ്റ്റ് ഒരു ലെവലിലായിട്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി കുറച്ചും കൂടി ഈസിയർ സൈഡിലായിരുന്നു. പിന്നെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എല്ലാ എക്സാമിനും ഫസ്റ്റ് കെമിസ്ട്രി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം കൂടുതൽ കോൺഫിഡൻറ്റ് സൈഡ് കെമിസ്ട്രിയാണ്. പക്ഷേ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത് ഫിസിക്സ് മാത്സിലായതുകൊണ്ട് ആ ഫീൽഡാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെ JEE അഡ്വാൻസ്ഡും പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് അല്ലെങ്കിൽ അഡ്വൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? +1 അവിടെ ചേർന്നപ്പോൾ ബ്രില്യൻറ്റിന് ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് 620 ആയിരുന്നു റാങ്ക്. അപ്പം അത് വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഇപ്പോൾ ആ റാങ്ക് കുറവാണെന്നല്ല നോക്കിയത്. പിന്നെ അവിടുന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പം +2ലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാമിന് എനിക്ക് റാങ്ക് 17 കിട്ടി. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ ഭാരമായിട്ടല്ല കരുതേണ്ടത്. നമ്മളൊരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, 2 വർഷത്തെ കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നമ്മളെ എഫർട്ട്സ് അതിലും മൊത്തം ഇട്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ എന്തായാലും റിസൾട്ട്സ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ റിസൾട്ട് ഇപ്പം റാങ്ക് കുറയുക, ഇപ്പം JEE മെയിൻസിൽ ഇപ്പോൾ ഫസ്റ്റ് എഴുതിയാൽ മാർക്ക് കുറവാണോ റാങ്ക് കുറവാണോ നോക്കണ്ട. പിന്നെ സെക്കൻഡ് ഒരു ചാൻസ് ഉണ്ട്. സെക്കൻഡിലും കുറവാണെങ്കിലും ഇപ്പം JEE അഡ്വാൻസ്ഡ് അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് എക്സാം തന്നെയാണ്. അപ്പം JEE മെയിൻസിന് പ്രിപ്പറേഷൻ ഇപ്പം +1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇപ്പോൾ JEE മെയിൻസിന് വേണ്ടിയിട്ടല്ല, ഇപ്പം JEE മെയിൻസും അഡ്വാൻസ്ഡ് അതിൻ്റെ ഒരു മിഡിൽ ലെവലിൽ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ തന്നെ അത്യാവശ്യം നല്ല ലെവലിലെത്തും. അപ്പോൾ ആ ലെവലിൽ പിന്നെ JEE മെയിൻസ് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ടൈം അഡ്വാൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അതിൽ തന്നെ നമുക്ക് റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാം. അതിൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു IITയിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ചെറുപ്പം മുതലേ ആഗ്രഹത്തിന് സപ്പോർട്ടായിട്ട് നിന്നത് ആദിലിൻ്റെ പാരൻസ് ആണ്. നമുക്കിനി ആദിലിൻ്റെ പാരൻസിനെ പരിചയപ്പെടാം. ഓക്കെ, ഞാൻ ആദിലിൻ്റെ ഫാദർ മുഹമ്മദ് ഉസ്മാൻ, ഡെൻറ്റിസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു. പുള്ളിയുടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഈ ലെവലിലേക്ക് എത്താൻ പറ്റിയത്. 2, ഇവൻ്റെ ഡെഡിക്കേഷൻ. പൂർണ്ണമായിട്ടും ഇത് കിട്ടണം എന്നുള്ള ഒരൊറ്റ വാശി പുറത്താണ് അവിടെ പോയതും ഇതൊക്കെ ചെയ്തതും ഒക്കെ. പലപ്പോഴും നമ്മൾ ഈദിന് സെലിബ്രേഷനിലൊക്കെ നമ്മളെ വീട്ടിൽ വിളിച്ചാലും പുള്ളി വരില്ല, നമ്മളോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ വെൽവിഷേഴ്സിൻ്റെ ഒക്കെ പ്രാർത്ഥനകൾ, ഇതൊക്കെയാണ് ഇത് അച്ചീവ് ചെയ്യാൻ അവന് സാധിച്ചതെന്ന് ഞങ്ങൾ കരുതുന്നു. ഇതിനേക്കാൾ അപ്പുറം എല്ലാം നമ്മളെ ബ്രില്യൻറ്റിൻ്റെ ഒരു കോച്ചിങ്, അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് രാജേഷ് സാറും ശ്രീനാഥ് സാറും ശരിക്കും ഒരു മകനെ പോലെ നോക്കിയെന്ന് തന്നെ ഞാൻ പറയും. ഓരോരോ ദിവസവും വിളിച്ച് അവൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയും. ഇങ്ങനെയാണ് അവൻ പഠിക്കുന്നത്, ഇങ്ങനെയാണ്, അവന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിച്ച് കൂടുതലും മദറായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. എന്നാലും എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
എല്ലാവരുടെയും ഒരു എഫേർട്ട് തന്നെയാണ് മോൻ്റെ റിസൾട്ടിന് കാരണമായെന്ന് വിശ്വസിക്കുന്നു. അതിന് എല്ലാവരോടും നന്ദി പറയണം. ഞാൻ അതിൻ്റെ മദറാണ്, സീന, ഡെന്റിസ്റ്റാണ്. മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോനെ തുടക്കം മുതൽ +1 മുതൽ 2 വർഷം നന്നായി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് പൊതുവേ വരാറില്ല. 2 വർഷത്തിൽ 1-2 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. അവനത് കിട്ടണം എന്നുള്ള വാശിയായിരുന്നു. ഞങ്ങളാരും പറഞ്ഞ് കൊടുത്തതൊന്നുമല്ല. അവന് IIT, പ്രത്യേകിച്ച് IIT ബോംബെ വേണമെന്നുള്ളത് തന്നെയാണ് അവൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ വന്നുകൊണ്ട് വിശ്വസിക്കുന്നു. കാര്യത്തില് മോളൊന്നും പറയണ്ട, അവൻ സ്വയമായിട്ട് എല്ലാം ചികിത്സിക്കുന്നു. 1 വർഷം കൂടുതൽ സ്കൂളിൽ വീട്ടിലേക്ക് വരുന്ന കാര്യമൊന്നും അവനൊരു പ്രശ്നമല്ല. വീണ്ടും പെരുന്നാളിനൊക്കെ തന്നെ പറഞ്ഞാൽ പഠിത്തത്തിന് ഹാനികരായിരിക്കുന്ന ടീച്ചറാണ്. ഒന്നും അമ്മോട് നമ്മൾ പറയണ്ട, അവൻ സ്വയമായിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഒബീഡിയൻസാണ്. അതുപോലെ തന്നെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നതാണ്. അവന് അതിൻ്റെ നെഗത്തിലേക്ക് തിരിച്ച് ബ്രില്യൻ്റിൻ്റെ കോച്ചിങ് അവർ വല്ലാതെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ആദ്യത്തെ ഗ്രാൻഡ്ഫാദറാണ്, ഇതും ഗ്രാൻഡ്മദറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വാസ് വെരി ഡിറ്റർമിൻഡ് ആൻഡ് ഡെഡിക്കേറ്റഡ്. ഇത്രയുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതിൻ്റെ കിട്ടണമെന്നുള്ള ആ ഡിറ്റർമിനേഷൻ വെച്ചുകൊടുത്ത് ഡെഡിക്കേഷൻ ആയിരിക്കും. എന്തെല്ലാം എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല ഭാഗ്യം നേരുന്നു. ഞാനിത് സാധിക്കുന്നുള്ളത് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അറിയായിരുന്നു. സ്കൂൾ ടൈം തൊട്ട് അതിനെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണെന്ന് അറിയായിരുന്നു. പിന്നെ കറക്റ്റ് ട്രാക്കിലാണല്ലോ പോയത്. പല ബിൽഡിങ്ങിൻ്റെ കോച്ചിങ്ങും അവൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും എല്ലാം കൂടെ ചേർന്നപ്പം അത് സാധിച്ചു. എൻ്റെ നേരത്തെ പറഞ്ഞത് ദൈവാനുഗ്രഹവും അത്ര തന്നെ. നമ്മളിപ്പോൾ ഓൾറെഡി ബ്രില്യൻറ്റിലുണ്ട്. സയാൻ്റെ ചെറിയ അനിയത്തിയാണ്. ഓൾറെഡി ബ്രില്യൻ്റ് ഓൺലൈൻ കോച്ചിങ്ങിൽ ചേർന്നിട്ടുണ്ട്. അടുത്ത് ഇവക്കും ഇതേപോലെ നിങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മോളും അടുത്തൊരു നല്ല ലെവലിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ കാക്കൻ്റെ സിസ്റ്ററാണ്. അപ്പം കാക്കയ്ക്ക് കിട്ടുന്ന എന്തായാലും ഉറപ്പായിരുന്നു. എപ്പോഴും പഠിക്കായിരുന്നു. ഫോൺ വിളിച്ചാലും അപ്പം തന്നെ കട്ട് ചെയ്യും, പഠിക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഉറപ്പായിരുന്നു കിട്ടുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.